ഗൈസ്, ഇന്ന് ഞാനൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു 4 മുട്ട, കുറച്ച് ഏലക്കപ്പൊടി, പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളുപ്പും, ഒരു കപ്പ് പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഒരു 2 ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തതും, അതേപോലെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുക. ഈ മിക്സ് രണ്ടും കൂടെ ഒരു മിക്സ് ആക്കിയതിന് ശേഷം നമ്മളതിലേക്ക് വാനില എസൻസും അതേപോലെ തന്നെ ഒരു സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് പിന്നെയും നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഉമ്മ കുക്കറൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. പിന്നെയും ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഉമ്മ കുറച്ച് ബട്ടർ ഇട്ടേ, ബട്ടർ അല്ലെങ്കിൽ നെയ്യ്, ഓയിൽ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് അതിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ വെക്കുക കുക്കർ. എന്നിട്ട് വിസിൽ ഊരിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കുക്കർ നന്നായിട്ട് പൂട്ടി വെക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊരു 20 മിനിറ്റ് വേവിച്ചതിന് ശേഷം കേക്ക് ഇങ്ങനെ ആവും. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ചെറിയ സാധനം മറന്നുപോയി. ഇത് നമ്മൾ കുക്ക് ചെയ്തതിൻ്റെ മുന്നിടേണ്ട സാധനമായിരുന്നു. പക്ഷെ ഞങ്ങൾ ചീറ്റിപ്പോയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് മുകളിൽ കാണാനും വീഡിയോക്ക് ഭംഗി കിട്ടാനും വേണ്ടി മാത്രം ചെയ്തതാണ്. അതിന് ശേഷം കേക്ക് ഇങ്ങനെ ഇരുന്നു. അടിപൊളി കേക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.